യൂട്ടിലിറ്റി ഓഫ് ഹെർബേറിയം ആൻഡ് ഇറ്റ്സ് മെയിൻ്റനൻസ്. ഇതിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിസ്കവർ ചെയ്യാനൊക്കെ പറ്റും. പിന്നെന്താ, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെന്താ, പ്രൊവൈഡ് ലൊക്കാലിറ്റി ഡാറ്റ ഫോർ പ്ലാന്റിങ് ഫീൽഡ്. നമുക്കൊരു സ്പെസിഫിക് പ്ലാന്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ഹെർബേറിയം നോക്കി അതിൻ്റെ ലൊക്കാലിറ്റി അറിയാം. അപ്പോൾ അതൊരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ആ പ്ലാന്റിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊരു ഫീൽഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കിട്ടും അതിൻ്റെ ലൊക്കാലിറ്റിനെ കുറിച്ചിട്ടുള്ള. പ്രൊവൈഡ് ഡാറ്റ ഫോർ ഫ്ലോറിസ്റ്റിക് സ്റ്റഡീസ്, ഫ്ലവറിനെ കുറിച്ചുള്ള സ്റ്റഡീസിന് ഡാറ്റ പ്രൊവൈഡ് ചെയ്യും. സെർവ് ആസ് എ റെപ്പോസിറ്ററി ഓഫ് ന്യൂ കളക്ഷൻസ്. പ്രൊവൈഡ് ഡാറ്റ ഫോർ റിവിഷൻ ആൻഡ് മോണോഗ്രാഫ്സ്, റിവിഷന് വേണ്ടിയിട്ടും മോണോഗ്രാഫ്സിനൊക്കെയുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യും. വെരിഫൈ പ്ലാന്റ് ലാറ്റിൻ നെയിംസ്. അലോ ഫോർ ദി ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് ടൈംസ് ആൻഡ് ജുവനൈൽ ഫോംസ് ഓഫ് പ്ലാന്റ്. എല്ലാ പ്ലാന്റ്സിൻ്റെയും എന്താണ് ഫ്ലവറിങ് ഫ്രൂട്ടിംഗ് ടൈംസ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഹെർബേറിയത്തിൽ നമുക്ക് ഇതിൻ്റെ ഫ്ലവറിങ് ഫ്രൂട്ടിംഗ് ടൈംസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, ലഭിക്കും. പ്രൊവൈഡ് മെറ്റീരിയൽ ഫോർ DNA അനാലിസിസ്. DNA അനാലിസിസ് എന്ന് വെച്ചാൽ അതിൻ്റെ എവല്യൂഷൻ ജനറ്റിക് സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് DNA അനാലിസിസ് നടത്താം. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ GIS സ്റ്റഡീസ് ഓഫ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കളക്ടിങ് എക്സ്പെഡിഷൻസ്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഇൻഫർമേഷൻ GIS സ്റ്റഡീസിന്, അതായത് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോഴ്സസ് ഓഫ് ഫോട്ടോഗ്രാഫ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ലെക്ചേഴ്സ്, വെബ്സൈറ്റ്സ് ആൻഡ് പബ്ലിക്കേഷൻസ്. ഫോട്ടോഗ്രാഫ്സ് എന്ത് ചെയ്യും, ലെക്ചേഴ്സിന്, വെബ്സൈറ്റ്സിന്, പബ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യും. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ റയർ, എക്സ്പിറേറ്റഡ് ആൻഡ് എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് ദാറ്റ് ക്യാൻ നോ ലോങ്ങർ ബി ഫൗണ്ട് ഇൻ നേച്ചർ. റയറും അതായത് എക്സ്റ്റിങ്ക്റ്റ് ഉള്ള സ്പീഷീസിനെ കുറിച്ചുള്ളൊക്കെ എന്ത് വരും, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. പ്രൊവൈഡ് മോഡേൺ സ്പീഷീസ് ഫോർ കമ്പാരിസൺ വിത്ത് ഫോസിൽസ്. നമ്മുടെ ഇപ്പോൾ ഉള്ള സ്പീഷീസ് അതിൻ്റെ ഫോസിൽസിനായിട്ട് കമ്പാരിസൺ സ്റ്റഡി നടത്താൻ പറ്റും. പിന്നെ പറയുന്നത് റിലേറ്റഡ് റിസർച്ച് കളക്ഷൻസ് ആർ ദി ലിഞ്ച് പിൻ ഓഫ് ബയോളജിക്കൽ റിസർച്ച്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ടാക്സോണമി കൂടാതെ വേറെ പലതിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹെർബേറിയം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലേതൊക്കെയാണെന്ന് നോക്കാം. പ്രൊവൈഡ് പോളൻ ഫോർ ടാക്സോണമിക്, സിസ്റ്റമാറ്റിക്സ് ആൻഡ് പോളിനേഷൻ സ്റ്റഡി ആസ് വെൽ ആസ് അലർജിക് സ്റ്റഡീസ്. ഇപ്പോൾ ടാക്സോണമിക് സ്റ്റഡീസിന് കൂടാതെ അലർജിക് സ്റ്റഡീസിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോളനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് റെഫറൻസ് സാമ്പിൾസ് ഫോർ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ഈറ്റൻ ബൈ എനിമൽ. നമ്മൾ എനിമൽ എക്കോളജി, ഈ പ്ലാന്റ്സ് ഈറ്റ് ചെയ്യുന്ന എനിമൽസിനെ കുറിച്ചുള്ള സ്റ്റഡീസ്. ഡിറ്റർമിൻ നേറ്റീവ് റേഞ്ച് ആൻഡ് ഡോക്യുമെൻറ്റ് വിത്ത് പ്ലാന്റ് ഗ്രൂ വേർ ത്രൂ ടൈം. ഇൻവെസീവ് സ്പീഷീസൊക്കെ അത് എന്താ പറയുക, അതിൻ്റെ നേറ്റീവ് പ്ലേസ് അല്ലാതെ തന്നെ വൈഡായിട്ടുള്ള സ്പ്രെഡാണ് ഉണ്ടാവുക, ഇക്കോളജിക്കലി ഡേഞ്ചറാണ്. അതിൻ്റെയൊക്കെ ഗ്രോത്തും ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടും. പ്രൊവൈഡ് മെറ്റീരിയൽ ഫോർ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ. അതിൻ്റെ മോർഫോളജിക്കൽ, അനാട്ടമിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ നടത്താം. ഡോക്യുമെൻറ്റ് ദി മോർഫോളജി അനാട്ടമി ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ പർട്ടിക്കുലർ സ്പീഷീസ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻ. ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിൽ വരുന്ന എൻവയോൺമെൻറ്റൽ വേരിയേഷനെ നമുക്ക് സ്റ്റഡി ചെയ്യാം. പ്രൊവൈഡ് മെറ്റീരിയൽ ഫോർ കെമിക്കൽ അനാലിസിസ്. കെമിക്കൽ അനാലിസിസ് വരുന്നത് ഇപ്പോൾ ലെഡ് അപ്ടേക്ക്, പോപ്പുലേഷൻ ഇൻഡിക്കേറ്ററാണ്, ലൈക്ക് കണക്കല്ലേ. അങ്ങനെ ഓരോ പ്ലാന്റ്സിൻ്റെയും എന്താ പറയുക, ഹെവി മെറ്റീരിയൽസിൽ എത്ര ഉണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെയാണ് പറയുന്നത് കെമിക്കൽ അനാലിസിസ്. പിന്നെ പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ സ്റ്റഡീസ് ഓഫ് എക്സ്പെഡീഷൻസ് ആൻഡ് എക്സ്പ്ലോറേഴ്സ്. പ്രൊവൈഡ് ദി ലാബൽ ഡാറ്റ ആൻഡ് ഫീൽഡ് നോട്ട്ബുക്ക് നെസസറി ഫോർ ദി അക്യുറേറ്റ് ഡാറ്റ ബേസിങ് ഓഫ് സ്പെസിമെൻസ്. നമ്മളുടെ ഹെർബേറിയത്തിന് ഫീൽഡ് നോട്ട്ബുക്ക് ഉണ്ടാവും, അതെന്ത് ഉണ്ടായി നമ്മളെ സ്പെസിമെനെ കുറിച്ചിട്ട് അക്യുറേറ്റ് ഡാറ്റയാണ് നൽകുക. സെർവ് ആസ് എ റെഫറൻസ് ലൈബ്രറി ഫോർ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഫൗണ്ട് ഇൻ ആർക്കിയോളജി ഡിഗ്സ്. ടു ഡോക്യുമെൻറ്റ് ഫംഗൽ വാസ്കുലർ പ്ലാന്റ് സിംബിയോസിസ്. നമുക്കറിയാം മറ്റേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മൈക്കോറൈസൊക്കെ, ഫംഗൽ പ്ലാന്റ്സിൻ്റെയും സിംബിയോൺസ്. Serve as means of locating rare or possibly extinct species via recollecting areas listed on label data. റയർ എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസിൻ്റെ റീകളക്റ്റിംഗ് ഏരിയാസിനെ ലേബൽ ചെയ്യും.
പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ കോമൺ നെയിംസ് ആൻഡ് ലോക്കൽ യൂസസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ കോമൺ നെയിംസും അതേമാതിരി തന്നെ അതിൻ്റെ ലോക്കൽ യൂസസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. ട്രാക്ക് ഇൻട്രൊഡക്ഷൻ ആൻഡ് സ്പ്രെഡ് ഇൻവേസീവ് സ്പീഷീസ്. ഇൻവേസീവ് സ്പീഷീസിനെ കുറിച്ച് നേരത്തെ പറയില്ലേ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഫോളിയർ ഫിസിയോളമി, സ്റ്റഡീസ് ഓഫ് ലീഫ് ഫോംസ് ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച്. ഇതെന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഫോളിയർ ഫിസിയോളമി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ലീഫ് ഫോം ക്ലൈമറ്റ് ചേഞ്ചിനായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. ഇപ്പോൾ റെയിൻഫാളും ടെമ്പറേച്ചറൊക്കെ ഇതിനായിട്ട് റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഡോക്യുമെൻറ്റ് ദി എവല്യൂഷൻ ഓഫ് മേജർ ഗ്രൂപ്പ്സ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ്. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ പ്ലാന്റ് പ്രിഡേറ്റേഴ്സ്. പ്ലാന്റ് പ്രിഡേറ്റേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ്റ്റാബ്ലിഷ് ദി പ്രസൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ് ഡിസീസ്. പ്ലാന്റ് ഡിസീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പ്രൊവൈഡ് മെറ്റീരിയൽ ഫോർ ടീച്ചിങ്. ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടണി, ടാക്സോണമി അങ്ങനെ കുറേ ഫീൽഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെറ്റീരിയൽ ടീച്ചിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ട് അപ്രിസിയേഷൻ ഓഫ് ബോട്ടാണിക്കൽ ഡൈവേഴ്സിറ്റി ബൈ മേക്കിംഗ് സ്പെസിമെൻ അവൈലബിൾ ഫോർ സ്റ്റുഡൻസ്, റിസർച്ചേഴ്സ് ആൻഡ് പബ്ലിക്. സ്റ്റുഡൻസിനും റിസർച്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്പെസിമെൻസ് വ്യൂ ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട്. പ്രൊമോട്ട് ഇൻറ്റേൺഷിപ്പ് ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻറ്റ് ആൻഡ് യങ് സയൻറ്റിസ്റ്റ് ടു മീറ്റ് മോർ എസ്റ്റാബ്ലിഷ്ഡ് സയൻറ്റിസ്റ്റ്. എക്സ്പോസ് സ്റ്റുഡൻറ്റ് ടു സിസ്റ്റമാറ്റിക് റിസർച്ചിന് വേണ്ടിയിട്ട്. ട്രെയിൻ ലോക്കൽ വളണ്ടിയേഴ്സ് ഫോർ സ്പെസിമെൻ ഹാൻഡ്ലിംഗ്, സ്കാനിങ് ആൻഡ് ഡാറ്റാബേസിങ്. സ്പെസിമെൻ ഹാൻഡിൽ സ്കാൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ലോക്കൽ വളണ്ടിയേഴ്സിന് ട്രെയിൻ ചെയ്യും. ഇനി ഔട്ട്റീച്ച് ആണ് പറയുന്നത്. സെർവ് ആസ് ആൻ എഡ്യൂക്കേഷണൽ ടൂൾ ഫോർ ദി പബ്ലിക്. പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ടൂളാണ്. പ്രൊവൈഡ് സാമ്പിൾ ഫോർ മ്യൂസിയം ആൻഡ് എഡ്യൂക്കേഷണൽ എക്സിബിറ്റ്സ്. ഹെൽപ്പ് എസ്റ്റാബ്ലിഷ് എ ന്യൂ മ്യൂസിയം ഉണ്ടാക്കി ഹെൽപ്പ് ചെയ്യും. പ്രൊവൈഡ് മെറ്റീരിയൽ ഫോർ ദി പബ്ലിക്. ഇൻട്രാക്ട് വിത്ത് ലോക്കൽ പീപ്പിൾ ടു ഫോം എ വളണ്ടിയർ ഗ്രൂപ്പ് ഫോർ കൺസർവേഷൻ എഫർട്ട്. നമുക്ക് ലോക്കൽ പീപ്പിളായിട്ടും ഇൻട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്ലാൻ കൺസർവേഷന് കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകാം. മെയിൻറ്റെയിൻ വെബ്സൈറ്റ്സ് ഓഫ് ഡിസ്പേഴ്സിംഗ് സ്പെസിഫിക് ഇൻഫർമേഷൻ ഡാറ്റാബേസ്, ഇമേജ്, പബ്ലിക് സർവീസ് ഇൻഫർമേഷൻ. നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഡാറ്റാബേസ്, ഇമേജസ് ഒക്കെ അങ്ങനെ നൽകാൻ പറ്റും. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ദി വൈൽഡ് വെറൈറ്റീസ് ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ്. വൈൽഡ് വെറൈറ്റീസ് റിലേറ്റീവ്സ് ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. പ്രൊവൈഡ് എ ലോക്കൽ ഫോർ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഏജൻസി ടു വർക്ക് ഓൺ സ്പെസിഫിക്. USDA, USGS, NPS ഒക്കെ. നെക്സ്റ്റ് ആയിരുന്നു മണി മേക്കിംഗ് വെഞ്ചറാണ്. ഇപ്പോൾ ഇതിൽ ഫോട്ടോഗ്രാഫ്സും ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ ഇതേപോലത്തെ നാച്ചുറൽ ഹിസ്റ്ററി പ്രൊഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യണ്ട, ഗിഫ്റ്റ് ഷോപ്സിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് ഹെർബേറിയം മെയിൻ്റനൻസ് ആണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെർബേറിയം നമ്മളറിയാം, നമ്മൾ ഡ്രൈ ആയിട്ടാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇതിലെന്താ ബാക്ടീരിയയും ഫംഗസ് ഒന്നും അറ്റാക്ക് ചെയ്യില്ല. പക്ഷേ എന്ത് ചെയ്യാം, ഇൻസെക്ട്സ്, പെറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഇതിൽ അറ്റാക്ക് ചെയ്യാം. സിൽവർ ഫിഷും ഡെർമസ്റ്റഡ് ബീറ്റിലൊക്കെ. ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള മെത്തേഡ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഹീറ്റിംഗ് ആണ്. അപ് ടു 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ 4 to 18 hours. 4 to 18 hour വരെ എന്ത് ചെയ്യുക, അപ് ടു 60 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യുക. മെത്തേഡ് എഫക്റ്റീവാണ്, പക്ഷെ എന്ത് ചെയ്യും, സ്പെസിമെൻസ് ബ്രിട്ടിലാവും. പിന്നെ ഈ സ്പെസിമെൻസ് ബ്രിട്ടിലാവുകൊണ്ട് തന്നെ വേറൊരു മെത്തേഡാണ് ഡീപ് ഫ്രീസേഴ്സ്. ഇതിലെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ -20 to -60 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പിന്നെ പറയുന്നത് മൈക്രോവേവ് ഓവനാണ്. ഇത് വേറൊരു മെത്തേഡാണ്. ഇതും ചില ഹെർബേറിയത്തിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് യൂസ് ഓഫ് റെപ്പലൻസ് ആണ്. ഇത് എന്താണ്, ഒരു കെമിക്കൽസാണ്, ഓർഡർ ആയിരിക്കും. ഈ ടെസ്റ്റ് എന്ത് ചെയ്യും, ഇതിൻ്റെ ടേസ്റ്റ് എന്ത് ചെയ്യും, പെസ്റ്റിനെ അവോയ്ഡ് ചെയ്യും. നാഫ്തലിനും PDB ഒക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഫ്യൂമിഗേഷനാണ്. ഇത് ഹെർബേറിയം മാനേജ്മെൻറ്റിന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിലെന്ത് ചെയ്യും, സ്പെസിമെൻ ടു ദി വേപ്പർ ഓഫ് സർട്ടൻ വോളറ്റൈൽ ടോക്സിൻ സബ്സ്റ്റൻസ്. എത്തിലീൻ ഡൈക്ലോറൈഡിന് കാർബൺ ടെട്രാക്ലോറൈഡിന് മിക്സ്ചറാണ് ഇതിന് യൂസ് ചെയ്യുക. പിന്നെ പറയുന്നത് ഫ്രീസിങ് ആണ്. ഫ്രീസിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ സ്പെസിമെൻസിന് ഒരു
പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ടിട്ട് എന്ത് ചെയ്യും, സീൽ ചെയ്യും. എന്നിട്ട് ഈ ബണ്ടിൽ എന്ത് ചെയ്യും, ഫ്രീസറിൽ കുറച്ച് ദിവസം വെക്കും. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, 7 to 10 days റൂം ടെമ്പറേച്ചറിൽ വെക്കും. എന്നിട്ട് 3 to 4 days എന്ത് ചെയ്യും, പിന്നെയും റീഫ്രോസൺ ചെയ്യും. പിന്നെ പറയുന്ന അനോക്സി ട്രീറ്റ്മെൻറ്റ്. അനോക്സി ട്രീറ്റ്മെൻറ്റ് എന്താ, ഓക്സിജൻ ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ്. ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ ട്രീറ്റ് ചെയ്യും. ഓക്സിജൻ bag impermeable to oxygen containing specimen and oxygen scavengers. Pest killed by depriving it of oxygen. ഓക്സിജൻ ഇല്ലാതെ ചാവുന്നുള്ളത്. സ്റ്റിക്കി ട്രാപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഹിഡൻ ഏരിയാസിൽ വയ്ക്കുക ഹെർബേറിയത്തിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്യും. ഇതിന് എക്സാമ്പിളാണ് ഫിറമോൺ ട്രാപ്പ്. പിന്നെ പറയുന്നത് ഇൻസെക്റ്റ് ഇലക്ട്രോ കട്ടേഴ്സാണ്. ഇതെന്ത് ചെയ്യും, ഫ്ലൈയിങ് ഇൻസെക്ട്സിനെ എന്ത് ചെയ്യും, ഡിറ്റക്റ്റ് ചെയ്യും, കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഇതെന്ത് ചെയ്യും, ഒരു UV ലൈറ്റ് എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതെന്ത് ചെയ്യും, ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്തിട്ട് കൊല്ലും. താങ്ക് യു.